ശിവപാർവതി പാർട്ട് 22. ശിവേട്ട, എന്നോട് ക്ഷമിക്ക് ശിവേട്ട, അവൾ വീണ്ടും വേദനയോടെ പറഞ്ഞു നിർത്തി. അപ്പോഴും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവന്റെ ഈ അവഗണന സഹിക്കാനാവാതെ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ശിവേട്ട, അവൾ വീണ്ടും സങ്കടത്തോടെ അവനെ വിളിച്ചു. എന്നിട്ടും അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങിയോടി. അപ്പോഴാണ് ശിവൻ ചെവിയിൽ നിന്നും ബ്ലൂടൂത്ത് മാറ്റി ഫോണിൽ നിന്നും കാൾ ഓഫ് ചെയ്ത് തിരിയുന്നത്. അവൻ പാറു വന്നത് അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. പാറു വിഷമത്തോടെ ആതിരയുടെ മടിയിൽ കിടന്നു. എന്റെ പാറുവേ, നീ ഇങ്ങനെ കരയാതെ നല്ല സ്ട്രോങ് ആയി നിൽക്ക്. ശിവേട്ടൻ, ഞാൻ വിളിച്ചിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എനിക്കൊത്തിരി സങ്കടമായി. ശിവേട്ടനെ അത്ര ജാട ഇടുവാണെങ്കിൽ നീയും ഇട്ടോ ജാട. അങ്ങനെ അങ്ങേർക്ക് മാത്രമല്ലല്ലോ ജാട ഇടാൻ പറ്റുക. നീ വന്നേ, നമുക്ക് കിടക്കാം. ശിവേട്ടൻ അവിടെ. മിണ്ടരുത്, ഇന്ന് നീ ഇവിടെ കിടക്കുന്നു, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ് ആതിര പാറുവിനെ കൂടെ കിടത്തി. പാറുവിന് ഉറക്കം തന്നെ വരുന്നില്ലായിരുന്നു. അവൾ ആകെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. ഇതേ സമയം മുറിയിൽ ശിവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കിടയ്ക്ക് വാതിലിന്റെ അവിടേക്ക് നോക്കും. ഈ പെണ്ണിത് എവിടേക്ക് പോയി? അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്നും പറഞ്ഞുകയും ചെയ്തു. അതിനെങ്ങനെ പിടങ്ങി നടക്കുവാണോ വേണ്ടത്? ഇവളെന്താ വരുന്നില്ലെന്ന്? ഡോറിന്റെ അവിടേക്ക് നോക്കി ഓരോന്നും പിറുപിറുത്തു നടന്നു. ഇനി ആ ഗീത കറിയെടുക്കാൻ പറഞ്ഞപ്പോ ഞാനൊന്നും പറയാത്ത സങ്കടമാകുമോ? എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത അവൾ ഒരിക്കലും ഒറ്റക്ക് അവളോട് തിരിച്ചു മറുപടി കൊടുക്കാൻ പഠിക്കില്ലല്ലോ. അവനൊരു സമാധാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു സമാധാനവുമില്ലാതെ അവൻ ബെഡിലേക്ക് കിടന്നു. പതിയെ അവനും ഉറങ്ങിയിരുന്നു. രാവിലെ സങ്കടത്തോടെ ഇരിക്കുന്ന പാറുവിനെ കണ്ടതും ആതിര പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. പാറുവേ. പാറു സങ്കടത്തോടെ തന്നെ അവളെ നോക്കി. നിനക്ക് ഒരാളുടെ കാൾ വന്നിട്ടുണ്ട്. പാറു ആരാ എന്ന പോലെ ആതിരയെ നോക്കി. നിന്റെ ശ്രീജമയാ, സംസാരിക്ക്. അത് പറഞ്ഞ് അവർക്ക് ഫോൺ കൊടുത്തു. അത് കേട്ടതും അവൾ സന്തോഷത്തോടെ തന്നെ ഫോൺ വാങ്ങി. ഹലോ അമ്മേ. അവൾ അതും പറഞ്ഞ് സംസാരിച്ച് അവൾ ടെറസിലെത്തിയിരുന്നു. ശിവൻ ബാൽക്കണിയിൽ നിന്നും വെറുതെ ടെറസിലേക്ക് നോക്കുമ്പോഴാണ് പാറുവിനെ കാണുന്നത്. ആരോടോ കാര്യമായി സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടതും ശിവൻ ആരെന്ന പോലെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവളും നന്നായി സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നുമുണ്ട്. ഓ, ഇവിടുത്തെ ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ശിവൻ അത്ഭുതത്തോടെ അവളെ നോക്കി പുറത്തേക്ക് നോക്കുമ്പോഴാണ് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ആദിയെ കാണുന്നത്. അവനും കാര്യമായി നല്ല സംസാരത്തിലായിരുന്നു. പാറുവിനെ നോക്കുമ്പോൾ അവളും നല്ല സംസാരത്തിലാ. ശിവൻ ആദിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആദി നോക്കുമ്പോൾ ഗൗരവത്തോടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ശിവനെ കണ്ടതും അത് പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു. അത് കണ്ടതും ശിവനിൽ സംശയം കൂടി. അവൻ തിരിഞ്ഞ് പാറുവിനെ നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് പോയിട്ടുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ശിവനെ ജനൽവായി ഗീത കണ്ടതും അവളൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു. ഇനി ഈ ഗീതയുടെ കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ ശിവ. ഇത് മതി, ഇത് മാത്രം മതി എനിക്ക്. നിന്റെ കയ്യിൽ ആരവിന്റെ നമ്പറും ഉണ്ടായിരുന്നു? പാറു സംശയത്തോടെ ചോദിച്ചു. ആ അരവിനെ ആദ്യം കോളേജ് തുറന്ന സമയത്ത് കണ്ടപ്പോ എനിക്ക് ക്രഷ് അടിച്ചു എന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? അന്ന് ആക്രാന്തം കൂട്ടി ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്തതാ. എന്നിട്ട് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, നിന്നെ ചോദിച്ചുകൊണ്ട്. ഓ, നമുക്ക് ഒരു കൈ നോക്കുന്നു. എന്തിന്? അല്ല, ആരവേട്ടനെ നിനക്ക് ഭാവി വരനാക്കണോ? അയ്യടി, ഒന്ന് പോയേടി. എൻ്റെ പൊന്നു പാറുവേ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും അന്ന് അവൻ നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ അതെല്ലാം വിട്ടതാ. ഇനിയും വേണമെങ്കിൽ നോക്കാമല്ലോ. അയ്യടാ, അങ്ങനെ ഞാൻ നോക്കുന്നില്ല. എൻ്റെ ഏട്ടന്മാർ കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കെട്ടുകയുള്ളൂ. ആതിര ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ ശിവേട്ടനെ നോക്കിയിട്ട് വരാട്ടോ. അനുരാഗം തലയിൽ കയറി പെണ്ണിനെപ്പോ പിടിച്ചാ കിട്ടാതെയായിട്ടുണ്ട്. ആതിര അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ പുറകെ തന്നെ ആതിരയും വന്നു. പാറു ശിവന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ശിവൻ മുറിയിൽ നിന്നും മാറ്റിയൊരുങ്ങി പുറത്തേക്ക് പോകുന്നത് കണ്ടതും പാറു അവൻ്റെ അടുത്തേക്കോടി.
പക്ഷേ ഇത് മുറിയിൽ നിന്നും കണ്ട ഗീത പെട്ടെന്ന് തന്നെ പാറുവിന്റെ അടുത്തേക്ക് പോയി. പാറു സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഗീത പാറുവിനെ വന്ന് തള്ളിയതും പാറു പെട്ടെന്ന് സ്റ്റെപ്പിൽ നിന്നും തെന്നി നിലത്തേക്ക് വീണു. പക്ഷേ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ആതിര വരുന്നത്. ശിവൻ അപ്പോഴേക്കും വണ്ടിയും എടുത്ത് പോയി കഴിഞ്ഞിരുന്നു. ഇത് കണ്ടതും ആതിര ഓടിയിറങ്ങി. പാറു നിലത്തേക്ക് വീണ് പാറുവിന്റെ നെറ്റി തറയിൽ മുട്ടി മുറിവായി രക്തം വരാൻ തുടങ്ങിയിരുന്നു. അവൻ വേദനയോടെ എണീറ്റു. അപ്പോഴേക്കും ആതിര വന്ന് അവളെ പിടിച്ചു. ഗീത ഒന്നും അറിയാത്ത പോലെ പോകാൻ നിന്നതും അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ. അതും പറഞ്ഞ് ആതിര ദേഷ്യത്തോടെ ഗീതയുടെ മുമ്പിൽ നിന്നു. എങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലെന്ന്? നീ ആൾ കൊള്ളാലോ, ഇവളെ തല്ലിയിട്ടതും പോരാ, ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കുവാണോ നീ? ആതിര ദേഷ്യത്തോടെ ചോദിച്ചു. ആതിര സാരല്ല, പാറു മുറിവിന്റെ വേദനയോടെ പറഞ്ഞു. പറ്റില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ട് അങ്ങോട്ട് ഭാനു അമ്മയും മുത്തശ്ശിയും നീതയും സുമയും എല്ലാം വന്നിരുന്നു. അയ്യോ, എന്തു പറ്റി മോളെ? നെറ്റിയിൽ നിന്നും രക്തം വരുന്നുണ്ടല്ലോ. ഭാനു അമ്മ പെട്ടെന്ന് പാറുവിനെ പിടിച്ചു. എന്തു പറ്റി പാറുമോളെ? മുത്തശ്ശി ആദിയോടെ ചോദിച്ചു. ഇവളാണമ്മേ, ഇവളാണ് കാരണം. ആതിര പെട്ടെന്ന് ഗീതയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഗീത എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? നിങ്ങളുടെ മോള് ഇവളെ തള്ളിയിട്ടു. അയ്യോ മുത്തശ്ശി, ഇവൾ കള്ളം പറയുകയാ, ഞാൻ ചെയ്തിട്ടില്ല. ഗീത പെട്ടെന്ന് അഭിനയിക്കാനായി തുടങ്ങി. നീ ഇവളെ പുറകിൽ നിന്നും തള്ളുന്നത് ഞാൻ കണ്ടതാണ് ഗീത. നീ ഇവിടെ അഭിനയിച്ച് തകർക്കാൻ നിൽക്കേണ്ട. ശിവേട്ടൻ പുറത്തേക്ക് പോകുന്ന തക്ക നോക്കി നീ ഇവളെ തള്ളിയിട്ടു. ആരും ചോദിക്കാനും പറയാനും വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? അതിന് ദേഷ്യത്തോടെ ചോദിച്ചു. ദേ ഗീതമോളെ പറഞ്ഞാലുണ്ടല്ലോ. സുമയും ഇടയിൽ കയറി ഇടപെട്ടു. ദേ ചെയ്യാത്ത കുറ്റവും പറഞ്ഞ് നീയും ഇവളും കൂടെ എൻ്റെ മോളുടെ തലയിൽ ഇടാൻ നോക്കുവാണ് അല്ലേ? ഗീത ദേഷ്യത്തോടെ ചോദിച്ചതും ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ വീട്ടിൽ കയറ്റി താമസിച്ചതും പോരാ, എന്നിട്ട് അവൾ വലിയ മാന്യൻ, ആരെയെല്ലാം കൊന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. ആദ്യം ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും നീതയും ഗീതയും ഒന്ന് ഞെട്ടി. ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ. അവൾ അതും പറഞ്ഞ് കണ്ണുകളിൽ വെള്ളമെല്ലാം നിറച്ച് സങ്കടത്തോടെ മുകളിലേക്ക് ഓടിക്കയറി. അഭിനയം കണ്ടില്ലേ? ആതിര വീണ്ടും പുച്ഛത്തോടെ പറഞ്ഞു. ഓരോന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിയാലുള്ളൂ നിനക്കൊക്കെ എന്നും സന്തോഷമാവുകയുള്ളൂ അല്ലേ? അമ്മ ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ കേട്ടു നിന്നു. അതും പറഞ്ഞു നീതയും സുമയും പോയി. സാരമില്ല മോളെ, നീ പാറുമോളുടെ ആ മുറിവൊന്ന് കെട്ടിക്കൊടുക്ക് ആദ്യം മോളെ. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ആതിര പാറുവിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി. രക്തമെല്ലാം കേകിക്കളഞ്ഞ് ബാൻഡേജ് ഇട്ട് കൊടുത്തു. നീ എന്താ പാറു ഇങ്ങനെ? നീ ശിവേട്ടൻ്റെ അടുത്തേക്ക് ഓടുന്നത് കണ്ട് അറിഞ്ഞുകൊണ്ടാണ് ആ ഗീത നിന്നെ തള്ളിയെ, എന്നിട്ട് സാരമില്ല എന്ന് പറയുന്നു. പാറു ഒന്നും മിണ്ടാതെ നിന്നു. ശിവേട്ടൻ ഇതറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? ഒന്നും മിണ്ടാതെ പാവമായിട്ട് കാര്യമില്ല പാറു. പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കുക തന്നെ വേണം. അത് എന്താ നിന്നോട് പറഞ്ഞിരുന്നേ? ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ആരും പറയാതെ നീ ഒന്ന് ആ ഗീതയുടെ നേരെ സംസാരിക്കുന്നത് കണ്ടിട്ട് ചത്താ മതി എനിക്ക്. ഇങ്ങനൊരു പെണ്ണ്. അത് കേട്ടതും പാറു ഒന്ന് ഇളിച്ചു കാണിച്ചു. ആദി മുറിയിൽ കാര്യമായി എന്തോ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടേക്ക് ഗീത വരുന്നത്. ആദി, അവൻ എന്താണെന്ന പോലെ ഗീതയെ തിരിഞ്ഞു നോക്കി. ആദി, ഞാൻ ചോദിച്ചതിന് എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ, പാറുവിന് നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പോൾ ശരിക്കും അതിനുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ഗീത സന്തോഷത്തോടെ പറഞ്ഞു. എന്ത് സാഹചര്യം? ആദ്യം എപ്പോഴും ഗൗരവത്തിലാണ് സംസാരം. ഇന്നലെ നീ പാറുവിനോട് സംസാരിക്കുന്നത് ശിവേട്ടൻ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ പാറു ആരോടോ ഫോണിൽ സംസാരിക്കുമ്പോൾ നീയും ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് നിങ്ങൾ രണ്ടുപേരെയും സംശയത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടു. ഗീത സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ആദി ഒന്ന് ഞെട്ടി. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇതാണ് അവസരം. നീ പാറുവിനോട് ഒരുപാട് അടുപ്പം കാണിക്കുക. അവർ തമ്മിലിപ്പോൾ പിണങ്ങിയ അവസരം കൂടെയാണ്. അവൾക്ക് നിന്നോട് അടുപ്പമുണ്ടെന്ന് കാണിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ പിരിയും. എന്നാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ടതില്ല. ഗീത വലിയ ആവശ്യത്തോടെയാണ് പറയുന്നത്. അത് കേട്ട് ആദി മറുപടി ഒന്നും കൊടുത്തില്ല. ആദി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ?
നീ ഇപ്പോഴും ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന് പറഞ്ഞു നടന്ന നിനക്ക് തന്നെയാവും നഷ്ടം. നീ ഒന്ന് വിചാരിച്ചാൽ നമുക്കിതെല്ലാം പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. അവനൊന്ന് അമർത്തി മുളി. അപ്പോഴാണ് ഗീതയുടെ ഫോൺ അടിക്കുന്നത്. അത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ ഇതെല്ലാം ആതിര വാതിലിന്റെ പുറകിൽ നിന്നും കേട്ട് നിന്നിരുന്നു. തുടരും.